ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പർ 4:7 ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഇഫ് യു ഡു ദിസ് യു വിൽ എക്സ്പീരിയൻസ് ഗോഡ്സ് പീസ്. നിങ്ങളിങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾ അനുഭവിക്കും. വിച്ച് ഈസ് ഫാർ മോർ വണ്ടർഫുൾ ദാൻ ദ ഹ്യൂമൻ മൈൻഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മനുഷ്യ മനസ്സുകൾക്ക് ഹൃദയങ്ങൾക്ക് പിടികിട്ടുന്നതിന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള സമാധാനം നിങ്ങൾ അനുഭവിക്കും. അതിനുശേഷം അടുത്ത വാക്യം കേട്ടണം. ഹിസ് പീസ് വിൽ ഗാർഡ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ആസ് യു ലിവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അവൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തരുത്. പിന്നെ ഹി വിൽ ഗാർഡ്, ദിസ് പീസ് വിൽ ഗാർഡ് യുവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കും. വേറെ എന്ത് കേട്ടാലും പിന്നെ ഇടർത്തില്ല. വേറെ എന്ത് ഭാരിക്കുന്ന അല്ലെങ്കിൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയാലും പതറത്തില്ല. അതിൽ തന്നെ ഉറച്ചു. കാരണം എന്താ? കർത്താവ് തന്ന സമാധാനം, കർത്താവ് തന്ന ഉറപ്പാണ്. അതൊന്ന് അനുഭവിക്കും. ഇത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാക്കി. ഞാൻ പണ്ടാണ് എനിക്കും പിടികിട്ടത്തില്ല. പക്ഷേ അത് കർത്താവ് തന്നൊരു ഭാഗ്യമാണ്. അത് അനുഭവിക്കാം. കർത്താവിന് വലിയ പർപ്പസുണ്ട്. എന്നിട്ട് അടുത്ത താഴെ 8 പറയാം. ഇനി ഈ പീസ് പലരും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിലനിൽക്കാതെ വരുന്നതിൻ്റെ ഒരു കാര്യം പറയുന്നത്. ആൻഡ് നൗ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലെറ്റ് മീ സേ വൺ മോർ തിങ് ആസ് ഐ ക്ലോസ് ദിസ് ലെറ്റർ. ഫിക്സ് യുവർ തോട്ട്സ് ഓൺ വാട്ട് ഈസ് ട്രൂ ആൻഡ് ഹോണറബിൾ ആൻഡ് റൈറ്റ്. അപ്പോൾ കർത്താവ് സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം നിറച്ചു. നമ്മുടെ ചിന്തകളെയും നിലവുകളെയും യേശു ക്രിസ്തുവിൽ അവൻ ആ സമാധാനം കാത്തു സൂക്ഷിക്കും. ഇനി ഇതെന്തുകൊണ്ടാണ് പലപ്പോഴും പലർക്കും അനുഭവിച്ചിട്ട് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസണാണ്, അല്ലെ അതിനുള്ള റെമഡിയാണ് ഈ പറയുന്നത്. ഫിക്സ് യുവർ തോട്ട്സ് ഓൺ വാട്ട് ഈസ് ട്രൂ ആൻഡ് ഹോണറബിൾ ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ സത്യമായതും വന്യമായതും നേരായതുള്ള കാര്യങ്ങളിൽ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചിന്തകളെല്ലാം വിടാൻ, വേണ്ടാത്ത ഇൻഫർമേഷൻസ് അങ്ങ് വിട്. മനസ്സിലോട്ടത് കയറ്റരുത്. കയറ്റിക്കഴിഞ്ഞാൽ ഈ സമാധാനത്തെ അത് ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ മൈൻഡിനെ വാച്ച് യുവർ മൈൻഡ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഗാർഡ് യുവർ മൈൻഡ്. പിശാച് ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടെയാണ്. നമ്മൾ ഈ സമാധാനമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസ് വരും. നമ്മൾ പെട്ടെന്ന് ഇത് ഉള്ളിലോട്ട് പിശാച് നോക്ക്, ഇങ്ങനൊരു സംഭവമാണ്, ഇങ്ങനെ സംഭവിക്കാം, ഇതെങ്ങാണ് ഇനി ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിലോ, ഇതൊന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് അങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇപ്പോഴാണെങ്കിലും അത് ചെയ്യാം, ഇത് ചെയ്യാം. വേണ്ടാത്ത ചിന്തകൾ കയറ്റരുത്, വേണ്ടാത്ത ഇൻഫർമേഷൻസ്. പിന്നെ കർത്താവ് നമുക്കൊരു കാര്യം ഉറപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ റീസൺ ചെയ്യാൻ നിൽക്കില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി പിന്നെ ഉപയോഗിക്കരുത്. പിന്നെ ഇൻഫർമേഷൻസ് നമ്മൾ വെറുതെ എടുക്കാൻ നോക്കരുത്. കാരണം ഉറപ്പ് വന്നേക്കുന്ന ആരാ? കർത്താവ് ഒരു വഴി കാണിച്ചു, അത് തെറ്റത്തിൽ നമുക്ക് ഉറപ്പ് വന്നെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഇൻഫർമേഷൻസ് പറ? പിന്നെന്തിനാണ് നമ്മളിതിൻ്റെ പോസിബിലിറ്റീസ് നോക്കുന്നത്? എന്തിനാണ്? അത് കർത്താവിനെ ഏൽപ്പിച്ചു. കർത്താവ് അത് ഏറ്റു. ഞാൻ നിന്നെ വഴി നടത്തിക്കോളാം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറച്ചു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഈ ചെയ്തതെല്ലാം വെറുതെ ആയിരുന്നില്ലേ? ഞാനൊരു അവിശ്വാസിയായിരുന്നില്ലേ? യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, നമ്മളൊരു കാര്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി വേണം ചോദിക്കാൻ. അല്ല എങ്കിൽ നമ്മൾ ഇളകുന്ന തിരമാല പോലെ ഒരിക്കലും സ്വസ്ഥതയില്ല. എന്നിട്ട് പറയാം, ഇരുമനസ്സുള്ളവൻ ഒരിക്കലും ദൈവത്തിൽ നിന്നും ഒന്നും പ്രാപിക്കത്തില്ല. ഇരുമനസ്സെന്ന് പറഞ്ഞാൽ അതാണോ ശരി, ഇതാണോ ശരി, ദൈവശബ്ദമാണോ ഞാൻ കേട്ടത്, പിശാചിൻ്റെ ശബ്ദമാണോ കേട്ടത്, ഒന്നിലൊരു ഉറപ്പില്ല. അവനൊരിക്കലും ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കും. കാരണം അവനെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. വേറെ എന്നെ കർത്താവ് സമാധാനം കൊണ്ട് നിറച്ചു. തിങ്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ പ്യൂർ ആൻഡ് ലവ്ലി ആൻഡ് അഡ്മയറബിൾ. തിങ്ക് അബൌട്ട് തിങ്സ്. നിങ്ങൾ നല്ല ശുദ്ധമായതും സന്തോഷം തരുന്നതും മാന്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഓൾ ദ ഗുഡ് തിങ്സ്. കർത്താവിൻ്റെ വചനങ്ങൾ. ഞാൻ ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് കിടന്ന് എന്താ കണ്ടെന്നറിയോ? ഞാൻ ആ ബൈക്കിൽ പോകുന്നു. കാരണം ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കർത്താവ് എനിക്ക് ധൈര്യം തന്നാണ് വിട്ടത്. ഞാൻ ആ ബൈക്ക് എടുക്കും. എന്നോട് വേണ്ടെന്നല്ലോ പറഞ്ഞത്, വെയിറ്റ് എന്നല്ലേ പറഞ്ഞു, നോ എന്ന് പറഞ്ഞില്ലല്ലോ, വെയിറ്റ് എന്നല്ലേ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഇത് മാറിപ്പോ, ദിസ് ഈസ് ടെമ്പററി. അതിനുശേഷം യെസ്, തിങ്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ പ്യൂർ ആൻഡ് ലവ്ലി ആൻഡ് അഡ്മയറബിൾ. തിങ്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ എക്സലന്റ് ആൻഡ് വേർതി ഓഫ് പ്രൈസ്. എന്ന് പറഞ്ഞാൽ മനസ്സിലോട്ട് ഇനി വേണ്ടാത്ത, വില കുറഞ്ഞ, ഭയം കൊണ്ടിരുന്ന, സംശയം കൊണ്ടിരുന്ന, ആകുലത കൊണ്ടിരുന്ന, നമ്മളെ ദ്രവിപ്പിക്കുന്ന ഒരു ചിന്ത പോലും കേട്ടല്ലേ. ഈ ദിവ്യ സമാധാനത്തെ അത് ഡിസ്റ്റർബ് ചെയ്യും. അത് വിശ്വാസത്തിനെതിരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. പലപ്പോഴും നമ്മൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് റൈറ്റാണ്. നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്.
അപ്പോൾ ചിലപ്പോൾ ചെയ്യും നമ്മൾ പ്രാക്ടിക്കലായിട്ടൂടെ. എന്താ ഈ പ്രാക്ടിക്കൽ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ വിശ്വാസത്തിനകത്ത് ഇവിടെ ആ വിശ്വാസത്തെ നമ്മൾ പ്രാക്ടിക്കലാക്കണം. അല്ല ചില കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മൾ തന്നെ വല്ലതും ചെയ്താൽ പറ്റില്ല, കർത്താവൊന്നും ചെയ്തില്ല, താൻ പാതി ദൈവം പാതി, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി പേരുടെ ഒരു പ്രിൻസിപ്പിൾ, താൻ പാതി ദൈവം പാതി. അങ്ങനെയുള്ളവരോട് ആ സാഹചര്യങ്ങളിൽ കർത്താവ് ചിലപ്പോൾ കൊണ്ട് നിർത്തും, നമുക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ, ഇപ്പം എന്നെ നിർത്തിയേക്കുന്ന പോലെ. ഞാൻ താൻ പാതി ദൈവം പാതി പറഞ്ഞിട്ടില്ല. തിങ്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ എക്സലന്റ് ആൻഡ് വേർതി ഓഫ് പ്രൈസ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകൾ കൊണ്ടുള്ള മൈൻഡിൽ നിന്ന് ഇറങ്ങി. ചുമ്മാ ഇരിക്കുമ്പോൾ പിശാച് വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരും. പിശാച് അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ സ്ഥലം നമ്മുടെ ശരീരമല്ല, നമ്മുടെ മൈൻഡാണ്. ശരീരത്തെ പിശാചിന് ദൈവത്തിന് അനുവാദം കൂടെ തൊടാൻ പറ്റത്തില്ല. പക്ഷെ മൈൻഡിന് നമുക്ക് അത് യൂദാസിനെ കുറിച്ച് വായിക്കുമ്പോൾ അറിയാം. അവനെ അപ്പം മുഖി കർത്താവ് അവൻ്റെ വായു വെച്ചു കൊടുത്തു, പിശാച് അവൻ്റെ ഉള്ളിലോട്ട് കയറി. അവൻ ഇടം കൊടുത്തിരുന്നു, ഫ്രീഡം കൊടുത്തിരുന്നു, എപ്പം വേണേലും വരാം. എന്നിട്ട് വേണ്ടാത്ത ചിന്തകൾ കിട്ടും. പിന്നെ അതേപടി കർത്താവിൻ്റെ വാഗ്ദാനമല്ല നമ്മളങ്ങ് കാത്തു വെക്കും. നമ്മൾ മനുഷ്യരാകും പിന്നെ. കാരണം പിശാച് പേടിപ്പിക്കാൻ നോക്കുക. ഡോണ്ട് ഡു ഇറ്റ്. ഒരു നിമിഷം പോലും പിശാച് വിട്ടുകൊടുക്കില്ല നമ്മുടെ മൈൻഡിന്. വേണ്ടാത്ത ആകുല ചിന്തയിൽ കയറ്റില്ല. പല ന്യൂസും നമ്മൾ കേൾക്കും. പക്ഷെ കർത്താവ് ഉറപ്പ് വന്നേക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഞാൻ വേറെ ഒന്നും കേട്ടതല്ല. എന്നോട് പറഞ്ഞ് ഇന്ന് രാവിലെ ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വ്യക്തമായൊരു വചനം തന്നു. ഹബക്കൂക്ക് ചാപ്റ്റർ 2 വായിച്ചു നോക്ക്. ഹബക്കൂക്ക് 2-ാമത്തെ അധ്യായം വായിച്ചു നോക്ക്. നിൻ്റെ ദർശനം നീ എഴുതി വെക്ക്, വലിയ അക്ഷരത്തിൽ എഴുതുക. ഓടിപ്പോകുന്നവന് പോലും വായിക്കാൻ പറ്റണം. എന്നിട്ട് അവൻ മുഴുവൻ പേരോട് പറയണം. കാരണം അത് പൂർത്തീകരണത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യം ചിലപ്പോൾ ഇത് വേണോ വേണ്ട എല്ലാവരും അറിയിക്കണം എന്നൊക്കെ ഒരു സംശയം. പക്ഷേ കർത്താവ് രാവിലെ എന്നെ ആ വചനം, ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എന്നോട് സംസാരിക്കണം. കർത്താവ് നേരിട്ട് സംസാരിക്കാറുണ്ട്, വചനത്തെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഞാൻ കർത്താവെ എനിക്ക് തെറ്റിപ്പോകാത്ത രീതിയിൽ എനിക്കൊരു ആലോചന ഉണ്ടെന്ന് ഉറപ്പുള്ള എന്നോട് പറഞ്ഞു, റീഡ് ഹബക്കൂക്ക് ചാപ്റ്റർ 2 വായിച്ചു നോക്കാം. പഴയ നിയമത്തിലാണ്. അവസാനത്തോട്ട് വരുമ്പോൾ ഹബക്കൂക്ക് അടുപ്പുണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡ് വേണം വായിച്ച് കേൾപ്പിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.